ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്ന ഐഫോണിലും ആൻഡ്രോയിഡിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. എന്താണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് ആദ്യം പറയാം. നമ്മൾ ട്രൂ കോളർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാവരും ഉപയോഗിച്ച് കാണും. പക്ഷേ ട്രൂ കോളർ ഉപയോഗിക്കാൻ പല ആൾക്കും ഇപ്പോൾ പേടിയാണ്. പക്ഷേ അതിനേക്കാൾ മികച്ച ഒരു നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവരുടെ ഫോട്ടോ സഹിതം അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ സാധാ ഒരു ഡയലർ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷനുള്ളിൽ കൂടെ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് വിളിക്കുന്ന ആളുകളെ, അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും വിളിക്കുകയാണെങ്കിൽ ആ ആളുടെ ഫോട്ടോ സഹിതം നമുക്ക് കാണിച്ചു തരുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ. ഇത് ഐഫോണിലും വർക്ക് ചെയ്യും, ആൻഡ്രോയിഡിലും വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടും. കാരണം നിങ്ങളുടെ മൊബൈലിലേക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേര്, ഫോട്ടോ, അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് നമുക്ക് നമ്പർ സേവ് ചെയ്യാത്ത വാട്സപ്പിലേക്ക് ഡയറക്റ്റ് കയറി ചെന്ന് അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സും അതുപോലെ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നെങ്കിൽ യൂട്യൂബിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യണം. അത് എങ്ങനെയാണെന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു വീഡിയോ അവസാനം വരെ കണ്ടു നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ OTP വന്നു കഴിഞ്ഞു. ആ OTP നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ നമ്പർ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന OTP ആണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന നിങ്ങൾക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്വന്തം ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം ഈ ഫോൺ എൻ്റെ സുഹൃത്തിൻ്റെ ഫോണാണ്. അപ്പോൾ അവൻ്റെ ഏതെങ്കിലും ഫോട്ടോ ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ, ഒരു കുട്ടി നിൽക്കുന്ന ഈ ഫോട്ടോ ഉണ്ട്. ഓക്കെ, ആ ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം ജസ്റ്റ് ഓക്കെ, അനിയനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് സ്കിപ്പ് അടിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി ഈ ഒരു നമ്പറിലേക്ക് ആര് വിളിച്ചാലും അയാളുടെ ഫോട്ടോ സഹിതം കാണിച്ചു തരും. ഞാൻ തൽക്കാലം എൻ്റെ നമ്പറിലേക്ക് ഒന്ന് അടിക്കാം. എൻ്റെ ഫോണിൽ നിന്ന് 81 56 96 06 ഈ നമ്പറിലേക്ക് ഞാൻ കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോട്ടോ അവിടെ വന്നു കഴിഞ്ഞു. ഇതേ രീതി ഞാൻ ഇപ്പോൾ കോൾ ചെയ്യുന്നില്ല, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒരു ഫോണായതുകൊണ്ട് ഞാൻ വേറെ നമ്പറിലേക്ക് ജസ്റ്റ് അടിച്ച് കാണിച്ചു തരാം. ഇത് അനീസ് ഒഴികൂർ. ഓക്കെ, ഈ നമ്പറിലേക്ക് ഞാൻ കോൾ ചെയ്യുന്നു. ഇതൊന്ന് നമ്മുടെ മൊബൈലിൽ കയറ്റി വെച്ചതല്ല കേട്ടോ. ഇതിലേക്ക് ഇതുപോലെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. കോൾ ചെയ്യുന്ന സമയത്ത് ആളുടെ ഫോട്ടോ മുകളിൽ ചെറുതായിട്ട് കാണുന്നു. ഇതേ രീതിയിൽ ആര് വിളിച്ചാൽ ഇനി നമുക്ക് വാട്സപ്പ് നോക്കണ്ടേ. അപ്പം അവിടെ ഉണ്ടോ, ഇവിടെ വാട്സപ്പിന് ചിഹ്നം കണ്ടില്ലേ, ആ വാട്സപ്പിന് ചിഹ്നത്തിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ പോകാൻ സാധിക്കും. ഉണ്ടോ, കറക്റ്റ് ആ വാട്സപ്പിലേക്ക് പോയും ചെയ്ത്. ഇതേപോലെ നമ്മൾ സേവ് ചെയ്യാത്ത നമ്പർ 4 വിളിച്ചാൽ അവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഈ സമയത്ത് സേവ് ചെയ്ത ആളില്ല. അതുപോലെ ഫേസ്ബുക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ്ബുക്കിലേക്കും ഇതുപോലെ പോകാൻ സാധിക്കും. മാക്സിമം വീഡിയോ ചെയ്യുക. ഐഫോണും ഉണ്ട്, ആൻഡ്രോയിഡും ഉണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട്.